ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ ബച്ചിയുടെ ചാപ്റ്റേഴ്സ് 116 മുതൽ 118 വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. എക്സ്പ്ലനേഷൻ ഇഷ്ടമായ എല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് കിടക്കാം. ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു പെൺകുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ പെൺകുട്ടി ഇപ്പോൾ മറ്റാരുമല്ല, പ്രിൻസസ് സോഗ, അതായത് ചിയാക്കിയാണ്. ഷൊക്കോക്കു ഐലൻഡിനെ പറ്റി പിന്നെയും എന്തോ സ്വപ്നം ചിയാക്കി കണ്ടു. ഇപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനായിട്ട് സോർസറി ബ്യൂറോയിലെ ഹാസുമിയെ അതേപോലെ തന്നെ മാഷിറോയെയും സോഗ എസ്റ്റേറ്റിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ജനറേഷനിലെയും സോഗ ഫാമിലിയിലെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ പവർ ലഭിക്കും. ആ പെൺകുട്ടികൾ ദേവതയായ ഇസനാമിയുടെ പുനർജന്മമാണെന്നാണ് പറയുന്നത്. ജപ്പാന് മേൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെപ്പറ്റി ഇവർ മുൻകൂട്ടി പ്രവചിക്കും. ഭൂമികുലുക്കമൊക്കെ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാൻ പോകുന്ന എക്സാക്ട് സമയവും ലൊക്കേഷനും വരെ ഇവർ പറയും. ചിയാക്കിയുടെ അങ്ങനെയുള്ള ഒരു പ്രവചനത്തിൽ നിന്നാണ് ഡാറ്റൻസൊക്കെ ഇവർ കണ്ടെത്തിയത് തന്നെ. സോ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സോഗ ക്ലാൻ ഗവൺമെന്റിന് വളരെ വേണ്ടപ്പെട്ട ഒരു ക്ലാനാണ്. സോ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനും ഗവൺമെന്റ് ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഷിബയൊക്കെ പോലെ. സോ ഇപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിയാക്കിയുടെ അമ്മ പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇപ്പോൾ ഈ പ്രവചനം കേൾക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നത് സോഗ ക്ലാനിലുള്ളവർ മാത്രമല്ല, ജപ്പാനിലെ പ്രശസ്ത മന്ത്രവാദി കുടുംബങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് കാണും. സസനാമി ക്ലാനിൽ നിന്ന് ക്യോര സസനാമിയൊക്കെ നമുക്ക് കാണാം. ഈ സോർസറി ബ്യൂറോ, അതായത് ഗവൺമെന്റിന്റെ മന്ത്രവാദ ഏജൻസിക്ക് ഈ ക്ലാനുകളുമായിട്ടെല്ലാം ഒരു ധാരണയുണ്ട്. അതായത് ഇവരുടെ ഈ അണ്ടർഗ്രൗണ്ട് പരിപാടികൾക്കൊക്കെ ഗവൺമെന്റ് ഒന്ന് കണ്ണടച്ചു കൊടുക്കും. പകരം ഇവര് ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുകയും അതേപോലെ തന്നെ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുകയും ചെയ്യണം. അപ്പോൾ സോഗ ക്ലാനിന്റെ ഈ പ്രവചനം പറയുന്ന ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പല മന്ത്രവാദി കുടുംബങ്ങളെയും ഈ ഗവൺമെന്റിനെയും ചേർത്ത് നിർത്തുന്ന ഒരു ഫംഗ്ഷനാണ്. മറ്റൊരർത്ഥത്തിൽ ഈ പ്രിൻസസ് സോഗയാണ് ഇവരുടെ ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആ ഓർഡറിന്റെ ഒരു സിമ്പൽ എന്ന് വേണമെങ്കിൽ പറയാം. അവളിപ്പോൾ ആ പ്രവചനം നടത്തുന്നുണ്ട്. ഇന്നേക്ക് 8ാം ദിവസം ഷൊക്കോക്കു ഐലൻഡിലുള്ള കുറച്ചാളുകൾ ഇവിടെ യുറാകുഹാമ ബീച്ചിലേക്ക് എത്തും. യുദ്ധം ചെയ്യാനൊന്നുമല്ല, സമാധാനപരമായിട്ട് തന്നെയാണ് അവർ വരുന്നത്. ഇപ്പോൾ ചിയാക്കിയുടെ ഈ പ്രവചനം ആ തളികയിൽ നിന്ന് മഷി തന്നെ ഉയർന്നു വന്ന് ഒരു സ്ക്രോളിൽ എഴുതുന്നുണ്ട്. സോ ഇപ്പോൾ ഈ പ്രവചനത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ ബീച്ചിൽ ആളുകൾ വന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷൊക്കോക്കുവിലെ റോയൽ ഫാമിലിയുടെ ഒരു കപ്പൽ ഇവിടേക്ക് എത്തും എന്ന് പറഞ്ഞ് അവൾ ഈ പ്രവചനം അവസാനിപ്പിക്കുന്നു. ആ സ്ക്രോളിൽ ഇതെല്ലാം എഴുതി പൂർത്തിയായി അത് സ്വയം പറന്ന് ഹാസുമിയുടെ കയ്യിലേക്ക് വരുന്നു. ഹാസുമി ഇപ്പോൾ നന്ദി പറയുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. ചിയാക്കിയുടെ അമ്മ അവളോട് പറയുന്നുണ്ട്, ചിയാക്കി ഇനി നീ കുറച്ച് റെസ്റ്റ് എടുക്കുമെന്ന്. ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് സെർവൻസ് ദൂരെ ഇരിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ചിയാക്കിയെ കണ്ടില്ലേ, അവളും കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളെപ്പോലെ ഒരു സെർവൻ്റ് ആയിരുന്നു, ഇപ്പോൾ പ്രിൻസസ് ആയി. അതായത് ഈ സോഗ ക്ലാനിലെ തന്നെ ഏതോ പാവപ്പെട്ട ഫാമിലിയിലെ മെമ്പർ ആയിരുന്നു ചിയാക്കി. കഴിഞ്ഞ ജനറേഷനിലെ പ്രിൻസസ് സോഗ വളരെ ചെറുപ്പത്തിലെ മരിച്ചു. അതായത് ഒരു അനന്തരാവകാശിക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ. അങ്ങനെ ഇരിക്കെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാവി പ്രവചിക്കാനുള്ള പവർ ചിയാക്കിയിലേക്ക് വന്നു ചേർന്നു. അങ്ങനെ അവൾ പ്രിൻസസ് സോഗയായി മാറി. ഒരു സെർവന്റ് ഇപ്പോൾ പറയുന്നുണ്ട്, എല്ലാം വിധിയുടെ വിളയാട്ടം, എന്നാലും എന്തൊരു ഭാഗ്യമാണെന്ന് നോക്കിക്കേ, വെറും 2 വർഷം കൊണ്ട് അവളും അവളുടെ സഹോദരനും എന്തു വലിയ ഉയരത്തിലായി എത്തിയിരിക്കുന്നത്. ഒരു സെർവന്റ് ഇപ്പോൾ പറയുന്നുണ്ട്, പക്ഷേ അവൾക്ക് പഴയതുപോലെ അവളുടെ ഫ്രണ്ട്സിനെ ഇനിയും പോയി കാണാനൊന്നും പറ്റില്ലല്ലോ, അത് ഭയങ്കര കഷ്ടമല്ലേ. ഇപ്പോൾ കുട്ടിക്കാലത്തെ ചിയാക്കിയുടെ ഫ്രണ്ട്സ് ആയിരുന്നു അവളുടെ അടുത്ത സ്ട്രീറ്റിലെ പയ്യന്മാരായിട്ടുള്ള ഷിബ, അസാമി, റോക്കുഹിരയൊക്കെ. ഇപ്പോൾ ചിയാക്കി ഇവരുടെ കൂടെയൊക്കെ പന്ത് കളിക്കുന്ന ഒരു ചിത്രം നമ്മളെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മളെ കാണിക്കുന്നത് കൊച്ചു പയ്യനായിട്ടുള്ള അക്കേമുറ സോഗയാണ്. അവൻ ഇപ്പോൾ അവിടെ വാൾപ്പയറ്റ് പരിശീലനത്തിലാണ്. അവനിപ്പോൾ അവൻ്റെ ഒപ്പോണന്റിന്റെ വാൾ തട്ടി തെറിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങേരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തോറ്റു തന്നതാണോ? അയാളിപ്പോൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഇവൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എത്രയും പെട്ടെന്ന് എലൈറ്റ് ഗാർഡിലേക്ക് കയറി പറ്റണം. പ്രിൻസസിന്റെ പേഴ്സണൽ ബോഡി ഗാർഡ്സ് ഉള്ള ട്രൂപ്പാണത്. സോഗ ക്ലാനിലെ 5 ടോപ്പ് ഫൈറ്റേഴ്സിനെയാണ് ആ ട്രൂപ്പിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സോഗയുടെ കൂടെ ഫൈറ്റ് ചെയ്ത പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതായത് സ്ട്രെങ്തിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ സോഗ ആ ട്രൂപ്പിൽ കയറാൻ എലിജിബിൾ ആണ് എന്ന് മാത്രമല്ല ഒരു കമാൻഡർ ആവാനുള്ള കാലിബർ വരെ സോഗയ്ക്കുണ്ട്. പക്ഷെ മാസ്റ്റർ അക്കേമുറ, നിങ്ങളുടെ പ്രായമാണ് അതിനൊരു തടസ്സം, നിങ്ങൾക്ക് 16 വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ന് ഈ പുള്ളി പറയുന്നു. ഇപ്പോൾ അതുവഴി വരുന്ന ചിയാക്കി അക്കേമുറയോട് പറയുന്നുണ്ട്, ചുമ്മാ ഇങ്ങനെയൊന്നും ഓവറായിട്ട് ട്രെയിനിങ് ചെയ്യരുതെന്ന്. പക്ഷേ എനിക്ക് ചേച്ചിയെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ എന്നവൻ ചോദിക്കുന്നു. അതിനിങ്ങനെയാണോ വേണ്ടേ, നിന്റെ ശരീരത്തിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്ത് ചെയ്യും എന്ന് ചിയാക്കി ചോദിക്കുന്നുണ്ട്. ആ ശരി, എന്നാ ട്രെയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ അക്കേമുറ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നു. ചിയാക്കി പോയി കഴിയുമ്പോൾ അവനെ അടുത്ത് നിൽക്കുന്ന പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഒരു മാച്ച് കൂടെ ആയാലോ എന്ന്. ഇപ്പോൾ ചിയാക്കിയുടെ തലയിലെ ആ ഹെയർ പിന്നൊക്കെ അവളുടെ അമ്മ ഇങ്ങനെ അഴിച്ചു കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഇനി എൻ്റെ മക്കൾ ഇതിനൊന്നും യോഗ്യരല്ലെന്ന് ആരും പറയില്ല. ചിയാക്കി, അക്കേമുറ, എൻ്റെ 2 മക്കളെ ഓർത്ത് എനിക്കിപ്പോൾ വലിയ അഭിമാനമുണ്ട്.
ചിയാക്കിയുടെ ശ്രദ്ധ ഇപ്പോൾ ഇവിടെ ഒന്നുമല്ല. ഇപ്പോൾ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന്. ഇപ്പോൾ ഈ പ്രവചനങ്ങൾ സ്വപ്ന ദർശനങ്ങളായിട്ടാണ് വരുന്നത്. പക്ഷേ സാധാരണ സ്വപ്നം പോലെ വാലും തലയില്ലാത്ത പരിപാടിയൊന്നും ആയിരിക്കില്ല. കറക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും കാണുക. പക്ഷെ ചില കേസുകളിൽ ഈ കാണുന്ന കാര്യങ്ങൾ ജഡ്ജ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. സോ നീ കാണുന്ന നിനക്ക് എന്തെങ്കിലും ചെറുതെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും അത് എന്നോടൊന്ന് ഷെയർ ചെയ്യേ. അത് ചിലപ്പോൾ ഈ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വലിയ കാര്യമായിരിക്കുമെന്ന് അവളുടെ അമ്മ പറയുന്നു. ഇപ്പോൾ ഒരു വിഷനിൽ ഞാൻ കുനിഷികയെ കണ്ടു. കുനിഷികെ അവൻ ചിലപ്പോൾ ഈ ടോക്കിയോയിൽ ഇപ്പോൾ ഉണ്ടാവും എന്ന് ചിയാക്കി പറയുന്നു. ചിയാക്കിയുടെ അമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, ആ ബെസ്റ്റ്, ആ ചെക്കൻ ഈ ജപ്പാന്റെ ഭാവിയുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും റോൾ ഉണ്ടാവുമെന്ന് നീ കരുതുന്നുണ്ടോ? ചിലപ്പോൾ ഉണ്ടായിക്കൂടെ എന്ന് ചിയാക്കി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ചിയാക്കിയുടെ അമ്മ അവളോട് വഴക്കിടുന്നുണ്ട്, നീ എത്ര വന്നാലും പഠിക്കത്തില്ലേ, കഴിഞ്ഞ വർഷം നമ്മൾ ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ എന്നൊക്കെ അവർ പറയുന്നു. സംഭവം എന്താണെന്ന് നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ഈ ചിയാക്കിയും കുനിഷികയും തമ്മിൽ എഴുത്തുകൾ എഴുതുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവരുടെ എഴുത്തുകൾ കൈമാറിയിരുന്ന ആ ഒരു ഹംസം നമ്മുടെ ഷിബയായിരുന്നു. ചിയാക്കിയുടെ അമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, നീ ആ പഴയ ചിയാക്കി അല്ല, നിനക്ക് സേക്രഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ആ ചെക്കനെ പറ്റി മറന്നേക്ക്. അതേപോലെ ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്നത് ആ ഷിബ എന്ന് പറയുന്ന ഒറ്റ ഒരുത്തനാണ്. അവനെ പിരിച്ചുവിടാൻ ആ സോർസറി ബ്യൂറോയോട് നാള് കുറേ ആയിട്ട് ഞാൻ പറയുകയാണെന്ന് അവർ പറയുന്നു. സോഗ ക്ലാനിന്റെ ഇപ്പോഴത്തെ രാജകുമാരിയാണ് നീ. ആ കുനിഷിക റോക്ക് ഹിരെ പോലെ ലോ ക്ലാസ്സിലുള്ള ഒരുത്തനുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നതിലും വലിയ നാണക്കേട് വേറെ ഉണ്ടോ? നല്ല പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും ഒരു പയ്യനെ കല്യാണം കഴിച്ച് ഈ രാജ്യത്തിനും ഈ ഫാമിലിക്കും വേണ്ടി ജീവിക്കുക, അതാണ് നിനക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ജീവിതം. അതിൽ പല ഒരു അന്തസ്സ് വേറെ ഇല്ല. ഇപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ചിയാക്കി പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി, സോറി. ഇപ്പോൾ സെല്ലിൽ കിടക്കുന്ന റോക്ക് ഹിരെ എടുത്ത് ഷിബ ചോദിക്കുന്നുണ്ട്, എടാ നീ ശരിക്കും അത് വിട്ടുകളയാൻ തീരുമാനിച്ചോ? എന്ത് വിട്ടുകളയാൻ തീരുമാനിച്ചോന്ന്? എന്തിനെ പറ്റിയാ നീ പറയുന്നേ? എടാ മോനെ, നിനക്ക് കാര്യം മനസ്സിലായി എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ചിയാക്കിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു എഴുത്തും കൂടെ അവിടെ കൊണ്ട് കൊടുക്കട്ടെ? അവര് തൂക്കാനൊന്നും പോകുന്നില്ലടാ. അതും അല്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങോട്ടും കൊണ്ടുപോയാലോ, ഒരു സർപ്രൈസ് റീയൂണിയൻ പോലെ. ഇത് കണ്ട അവളുടെ അമ്മ തല ചുറ്റി വീഴും, അത് 100% ഉറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷിബ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. റോക്ക് ഹീറോ ഇപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ പൊന്നളിയാ, നിന്റെ ജോലി തെറിക്കും കേട്ടോ. എനിക്ക് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. ഞാൻ കാരണം വെറുതെ അവളുടെ കാര്യം പ്രശ്നത്തിലാവരുത്. എനിക്കിങ്ങനെ ഈ വാള് ഫോർജ് ചെയ്തുള്ള ഒരു ജീവിതമാണ് പറഞ്ഞിട്ടുള്ളത്, മറ്റൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഷിബ ഇപ്പോൾ പറയുന്നുണ്ട്, ആ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെന്ത്, നീ ഭയങ്കര ബോറനായി വരുന്നുണ്ട് കേട്ടോ. റോക്ക് ഹീറോ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഡേയ് ആ ഫുഡ് എത്തിക്കുന്ന കാര്യം എന്തായി? ഞാനിപ്പോൾ വിശന്ന് ചത്തു വീഴും കേട്ടോ. സുബാരു ഇപ്പോൾ പുറത്തുനിന്ന് ഹേയ് എന്ന് വിളിക്കുന്നുണ്ട്. എടാ മോനെ, നീ കുറച്ചു നേരം കൂടെ ഒന്ന് പിടിച്ചു നിൽക്ക്, നിനക്ക് ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കി തരാം. ഇപ്പം ദേ ഇത് പിടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതി സുബാരു സ്പെഷ്യൽ റൈസ് ബോൾസ് പുള്ളിക്കാരൻ ഇവർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഒനിഗിരി കണ്ടതോടെ റോക്ക് ഹിരയുടെ മുഖം വിടർന്നു. 8 ദിവസങ്ങൾക്ക് ശേഷം പ്രവചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഷൊക്കോക്കുവിൽ നിന്നുള്ള 3 പേര് ജപ്പാനിലെ കടൽ തീരത്ത് വന്നു. ശേഷം അവിടെ ഒരു എഴുത്തു വെച്ചിട്ട് അവർ തിരിച്ചുപോയി. ഷൊക്കോക്കുവിലെ റോയൽ ഫാമിലിക്ക് ഒരു മീറ്റിംഗ് നടത്താൻ ആഗ്രഹമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു അത്. അത് എഴുതിയിരുന്നത് ജാപ്പനീസിലായിരുന്നു. അങ്ങനെ മാർച്ച് 20-ന് ഇരിഷിമയുടെ തീരത്തുള്ള ഒരു പൈൻ ട്രീയുടെ ചുവട്ടിലായിട്ട് 2 രാജ്യങ്ങൾ, അതായത് ജപ്പാനും പിന്നെ ഷൊക്കോക്കുവും ഒരു ചർച്ചയ്ക്കായിട്ട് ഒത്തുകൂടുകയാണ്. ഡാറ്റൻസക്കി മൈൻ ചെയ്തെടുക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള ചർച്ച, ദ ഇരിഷിമ ടോക്സ്, ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ പ്രിൻസസ് സോഗയ്ക്ക് കിട്ടുന്ന ഈ സ്വപ്ന ദർശനം കുറച്ച് ചിതറിയ ചിത്രങ്ങളായിട്ടായിരിക്കും അവൾക്ക് കാണാൻ കഴിയുന്നത്. ഒരു ദുരന്തം നടക്കാൻ പോകുന്ന കൃത്യ സമയവും സ്ഥലവും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ആ ദുരന്തം കാരണം കാഷ്വാലിറ്റീസ് എത്ര ഉണ്ടാവുമെന്ന്, എത്ര മരണം സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം അതിലൊക്കെ നമ്മുടെ സമയോചിതമായ ഇടപെടൽ അനുസരിച്ച് മാറ്റം വരുത്താൻ കഴിയുമല്ലോ. ഇപ്പോൾ പ്രായമായ ഒരാളുടെ മുഖം ചിയാക്കി അവളുടെ സ്വപ്നത്തിൽ കണ്ടിരുന്നു. അവളിപ്പോൾ പറയുന്നുണ്ട്, നടക്കാനിരിക്കുന്ന മീറ്റിംഗ്, അതായത് 20-ാം തീയതി നടക്കാനിരിക്കുന്ന ഇരിഷിമ ടോക്സ് അത്യാവശ്യം നല്ല രീതിക്ക് വഷളാവാൻ സാധ്യതയുണ്ടെന്ന്. സോ ഇപ്പോൾ അങ്ങനെ ആ സന്ധി സംഭാഷണത്തിനായിട്ട് ഇരിഷിമയിലേക്ക് ജപ്പാനിൽ നിന്ന് ആൾക്കാർ പോവാണ്. ജപ്പാനിലുള്ളവര് ഇരിഷിമയിൽ വെച്ച് ഈ ഷൊക്കോക്കു ഐലൻഡിലെ ആൾക്കാരുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും ഷൊക്കോക്കുവിലെ ആൾക്കാരെ ഡയറക്റ്റ് ആയിട്ട് വരാതെ വളരെ ദൂരത്ത് നിന്നായിരുന്നു ഫൈറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തുകാരെ പറ്റിയുള്ള വിവരങ്ങൾ ഇപ്പോഴും ഇവർക്കൊരു മിസ്റ്ററിയാണ്. ഇപ്പോൾ ഡാറ്റൻസക്കി മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റിന് സെക്യൂരിറ്റി ആയിട്ട് പോയ സോർസറി ബ്യൂറോയിലെ മെമ്പർ അയാളുടെ അനുഭവം ഹാസുമിയോട് പറയുന്നുണ്ട്. ഇപ്പോൾ ആ ഫൈറ്റില് പുള്ളിയുടെ 2 കാലും നഷ്ടപ്പെട്ടു. പുള്ളി ഇപ്പോൾ വീൽ ചെയറിലിരിക്കുകയാണ്. ഇയാൾ പറയുന്നുണ്ട്, അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിന്ന് യുദ്ധം ചെയ്ത ആദ്യത്തെ അവസാനത്തെ ആൾ ഞാനാണ്. ഞങ്ങൾ വളരെ അടുത്ത് നിന്നാണ് ഫൈറ്റ് ചെയ്തത്. പരസ്പരം സംസാരിച്ചൊന്നുമില്ല, പക്ഷെ അവരെ കണ്ട മാത്രയിൽ തന്നെ എനിക്ക് മനസ്സിലായി അവർ ജാപ്പനീസുകാരാണ്. ഇപ്പോൾ ഇയാൾ ഈ പറഞ്ഞ കാര്യം ഹാസുമി ഈ സോർസറി ബ്യൂറോയിലെ ഒരു പ്രൊഫസറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
ഈ വിവരം കേട്ടപ്പോൾ, അതായത് ആ ഐലൻഡിലുള്ളവർ ജാപ്പനീസുകാരായിരിക്കാം എന്നുള്ള ഒരു വിവരം കേട്ടപ്പോൾ ഈ പ്രൊഫസർ അയാളുടെ ഒരു ഊഹം ഹാസുമിയുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് വളരെ പണ്ട് എന്ന് വെച്ചാൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം ഭരിച്ചിരുന്നത് ഒരു മന്ത്രവാദികളുടെ ക്ലാൻ ആയിരുന്നു. അവരെ വിളിച്ചിരുന്നത് മിക്കാബോഷി എന്നാണ്. സോഗ ക്ലാൻ ആയിരുന്നു അന്ന് അവരെ തോൽപ്പിച്ചത്. ഇപ്പോൾ സോഗ ക്ലാനിലെ ഉക്കിമ സോഗ ഡീമൻ പോലെ ഇരിക്കുന്ന ഒരു മിക്കാബോഷി ക്ലാനിലെ ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ചിത്രം നമ്മളെ കാണിക്കുന്നുണ്ട്. ഹാസുമി ഇപ്പോൾ പറയുന്നുണ്ട്, ഞാനും ഈ കഥ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതും ആ ഷൊക്കോക്കു ഐലൻഡും തമ്മിൽ എന്താണ് ബന്ധം? ഈ പ്രൊഫസർ ഇപ്പോൾ പറയുന്നുണ്ട്, ഈ മിക്കാബോഷിയുടെ കഥയനുസരിച്ച് ഇപ്പോഴത്തെ ചീബ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ എത്തിച്ചിട്ട് അവിടെ വെച്ച് ഇവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ചീബ ഇപ്പോൾ ഉള്ളത് തെക്ക് കിഴക്കൻ ജപ്പാനിലാണ്. അവിടുത്തെ കടൽ തീരത്ത് നിന്നാണ് ഷൊക്കോക്കു ഐലൻഡ് ഉയർന്നു വന്നത്. സോ സർവൈവ് ചെയ്ത മിക്കാബോഷി ക്ലാനിലുള്ളവരുടെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ ഷൊക്കോക്കുവിൽ ജീവിക്കുന്നത് എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് പ്രൊഫസറിനോട് ഹാസുമി ചോദിക്കുന്നു. ഇപ്പോൾ ഈ പ്രൊഫസർ ഇങ്ങനെ പറയാൻ മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള കാരണം കൂടിയുണ്ട്. അതായത് ആ കാല് പോയ മെമ്പർ ഹാസുമിയോട് മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി പറഞ്ഞിരുന്നു. അതായത് അന്ന് ആക്രമിച്ചവർ നല്ല പവർഫുൾ ആയിരുന്നു. മന്ത്രവിദ്യ വെച്ചാണ് അവരിവരെ ഡിഫീറ്റ് ചെയ്തത്. കുറേ പ്രാണികളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മന്ത്രവിദ്യ അവർ പ്രയോഗിച്ചിരുന്നു. ഇപ്പോൾ ഈ പ്രൊഫസർ പറയുന്നുണ്ട്, ഈ മിക്കാബോഷി ക്ലാനിലുള്ളവരെ പറ്റി പല കഥകൾ എയറിലുണ്ട്. അതായത് അവർക്ക് 2 മീറ്ററോളം നീളമുണ്ട്, അവരുടെ കയ്യിൽ കറുത്ത് കൂർത്ത നീണ്ട നഖങ്ങളുണ്ട്, ഇങ്ങനെ പലതും. പക്ഷേ എല്ലാവരും ഒരേപോലെ പറയുന്ന അവരുടെ ഒരു കഴിവ് അവർക്ക് പ്രാണികളെ അവരുടെ കൺട്രോളിൽ നിർത്താനുള്ള കഴിവുണ്ടെന്നാണ്. ഇപ്പോൾ ഷിനുച്ചിയുടെ ആ സെന്റിപ്പീഡ് അറ്റാക്ക് ഉണ്ടല്ലോ, അതിലെ ആ സെന്റിപ്പീഡിന്റെ കൂട്ടുള്ള ഒരു രൂപം നമുക്ക് ആ മിക്കാബോഷിയുടെ അടുത്തായിട്ട് കാണാം. ഹാസുമി ഇപ്പോൾ പറയുന്നുണ്ട്, ഓക്കെ, മിക്കാബോഷിയിലെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ ഷൊക്കോക്കുവിലുള്ളത് എന്ന് തന്നെ വെക്കാം. അപ്പോൾ അന്ന് യുദ്ധത്തിൽ തോറ്റ മിക്കാബോഷിയിലെ അവശേഷിക്കുന്ന ആൾക്കാരെ കടലിനടിത്തട്ടിലേക്ക് പോയി ഇത്രയും വർഷം കൊണ്ട് ഷൊക്കോക്കു പോലെ ഒരു വലിയ രാജ്യം കടലിനടിയിൽ സൃഷ്ടിച്ചെടുത്തു എന്നാണോ പറയുന്നത്? പ്രൊഫസർ ഇപ്പോൾ പറയുന്നുണ്ട്, അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മളുടെ ചിന്തയ്ക്കും അപ്പുറമുള്ള എന്തോ ഒരു വലിയ ശക്തി അവർക്ക് സപ്പോർട്ടിനുണ്ടായിരുന്നെങ്കിലോ? നമ്മളുടെ ചിന്തകൾക്കപ്പുറമുള്ള ഒരു ശക്തി എന്ന് പറയുമ്പോൾ അതെ, നമ്മളിപ്പോൾ പഠിക്കാൻ ശ്രമിക്കുന്നത് അതിനെപ്പറ്റി തന്നെയാണ്, ഡാറ്റൻസെക്കി. ഈ പറഞ്ഞ ഡാറ്റൻസെക്കി ഷൊക്കോക്കുവിലും ഉണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് എന്ന് പ്രൊഫസർ പറയുന്നുണ്ട്. ഇപ്പോൾ ഹാസുമി പറയുന്നുണ്ട്, ഇരിഷിമയിലുള്ള ഡാറ്റൻസെക്കി ഒരു ഊഹം വെച്ച് നോക്കിയാൽ ഒരു 80 കിലോയോളം കാണും. ഈ ഡാറ്റൻസെക്കി പുറന്തള്ളുന്ന റേഡിയേഷൻ വെച്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഷൊക്കോക്കുവിൽ ഏകദേശം 1000 കിലോയോളം ഡാറ്റൻസെക്കിയുടെ പ്രസൻസ് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അതായത് ഇവിടെ ജപ്പാനിൽ കണ്ടതിൻ്റെ 12 മടങ്ങ്. സോ ഇപ്പോൾ പ്രൊഫസർ പുള്ളിയുടെ തിയറി പറയുന്നുണ്ട്, അതായത് ഷൊക്കോക്കുവിലുള്ളവർ മിക്കാബോഷിയിലെ പിൻതലമുറക്കാർ തന്നെ 1000 വർഷം കൊണ്ട് ഡാറ്റൻസെക്കിയുടെ സഹായം കൊണ്ട് കടലിനടിയിൽ അവരൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. ഇപ്പോൾ മീറ്റിങ്ങിനായിട്ട് 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ജാപ്പനീസ് ഡെലിഗേറ്റ്സ് 3 പേര് ഒരു ചെറിയ ബോട്ടിൽ ഇരിഷിമ ദ്വീപിലേക്ക് വരുന്നുണ്ട്. അവരിപ്പോൾ വന്നത് വലിയൊരു കപ്പലിലാണ്, അത് കുറച്ച് ദൂരെ മാറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെ ചർച്ചയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ മേശയും കസേരയൊക്കെ മറ്റവർ തന്നെ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യമായി എന്ന് ഈ ഡെലിഗേറ്റ്സ് പറയുന്നു. ഷൊക്കോക്കുവിലുള്ളവർ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ ഹാസുമി ആ പ്രൊഫസറും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം നമ്മളെ കാണിക്കുന്നുണ്ട്. ആ ഷൊക്കോക്കുവിൽ നിന്ന് അവർ കൊടുത്തുവിട്ട എഴുത്ത് ഒന്നുകൂടി പരിശോധിച്ചപ്പോഴാണ് ഹാസുമി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ താഴത്തായിട്ടൊരു സിമ്പലുണ്ട്. അതെ, പുസ്തകങ്ങളിൽ കാണിച്ചിട്ടുള്ള മിക്കാബോഷിക്കാരുടെ അടയാളം. സോ ഇത് അവർ തന്നെയാണ്, കൺഫേം എന്ന് ഹാസുമി പ്രൊഫസറിനോട് പറയുന്നു. ഈ വിവരം അറിഞ്ഞിട്ടും ആ മീറ്റിംഗുമായിട്ട് മുന്നോട്ട് പോകാനാണോ ഗവൺമെന്റിന്റെ തീരുമാനം എന്ന് പ്രൊഫസർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അതെ എന്ന് ഹാസുമി പറയുന്നുണ്ട്. കാര്യം ഈ മീറ്റിംഗ് വളരെയധികം രൂക്ഷമാവാൻ സാധ്യതയുണ്ടെന്നായിരുന്നല്ലോ പ്രവചനം. സോ ഇപ്പോൾ ജപ്പാനിൽ നിന്ന് ആരും സംസാരിക്കാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് യുദ്ധമായിരിക്കും ചിലപ്പോൾ. സോ ഒരു അവസാന ശ്രമം എന്ന നിലയ്ക്ക് സംസാരിച്ച് തീർക്കാൻ നോക്കാം. സോർസറി ബ്യൂറോയിൽ നിന്ന് എന്തായാലും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ അവരുടെ പ്രൊട്ടക്ഷനായിട്ട് അയച്ചിട്ടുണ്ട് എന്ന് ഹാസുമി പറയുന്നു. പ്രൊഫസർ ഇപ്പോൾ ഹാസുമിയോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ ടോക്കിയോ വിടാൻ പോവാ. കാരണം 10,000 വർഷത്തോളം ഈ ഡാറ്റൻസെക്കി എന്ന് പറയുന്ന മിനറൽ ഈ ഷൊക്കോക്കുകാരുടെ കുത്തകയായിരുന്നു. എന്തോ ഒരു പ്രകൃതിക്ഷോഭം കാരണം പെട്ടെന്നൊരു ദിവസം ഈ ഐലൻഡ് കടലിനടിയിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വന്നു. ഈ ഡാറ്റൻസെക്കി എന്ന് പറയുന്ന മിനറൽ ചിലപ്പോൾ അവർ വിശുദ്ധമായിട്ട് കാണുന്ന ഒന്നായിരിക്കാം. ജപ്പാനിലുള്ളവർ അത് കൈക്കലാക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതായി പോയൊരു ക്ലാൻ ഇത്രയും വലിയൊരു പവറുമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആകില്ല. സോ അതുകൊണ്ടാണ് ഇനി വരാനിരിക്കുന്ന വലിയൊരു വാറിന് മുമ്പേ ഈ നാട് വിടാമെന്ന് പ്രൊഫസർ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ജാപ്പനീസ് ഡെലിഗേറ്റ്സ് കടലിലൊരു വലിയ പൊട്ടിത്തെറി കേട്ടിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഇവർ വന്ന ആ വലിയ കപ്പൽ ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ ഡെലിഗേറ്റ്സിൽ ഒരാൾ ഇതെല്ലാം കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ അയാളുടെ പിന്നിലായിട്ട് 5 പേര് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കാണാം. കടലിൽ നിന്ന് ഇപ്പോൾ എന്തോ വലിയൊരു സാധനം ഇങ്ങനെ ഉയർന്നു വരാൻ തുടങ്ങുന്നുമുണ്ട്.
ഇപ്പൊ ആ കടലിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന എന്തോ വലിയ പേടകം പോലത്തെ ഒരു ഐറ്റമാണ്. അതിൽ റോപ്പൊക്കെ ചുറ്റിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് ഹെയർ സ്റ്റൈലും ഡ്രസ് കോഡും ഒക്കെ ഉള്ള ഒരു 4 പേര് അവരുടെ നടുവിലായിട്ട് ഫ്ലോട്ട് ചെയ്യുന്ന ഒരു കസേരയില് വയസ്സായ ഒരു മനുഷ്യനും ഇരിക്കുന്നു. ഇയാളെയാണ് ചിയാക്കി ആ സ്വപ്ന ദർശനത്തിൽ കണ്ടത്. ഇപ്പോൾ പെട്ടെന്ന് ആ ചർച്ച നടത്താനായിട്ട് അവിടെ ഇട്ടിരിക്കുന്ന ആ ചെയറിൽ ഒരാൾ ഇരിക്കുന്നത് കാണാം. അയാൾ ആ ജപ്പാന്റെ ഭാഗത്ത് നിന്ന് വന്ന 3 പേരിൽ 2 പേരെ കൊന്ന് താഴെ ഇട്ടിട്ടുണ്ട്. ശേഷിക്കുന്ന ഒരാളാണെങ്കിൽ തന്റെ കൊളീഗ്സ് ഒക്കെ ഈ മരിച്ചു വീണത് കണ്ടിട്ട് മറ്റേ ആളെ ഇങ്ങനെ പേടിയോടെ നോക്കുന്നുണ്ട്. അയാളിപ്പോ പറയുന്നുണ്ട്, വരൂ ഇവിടെ ഇരിക്കൂ, നമുക്ക് സംസാരിക്കാനുണ്ട്. അയാളിപ്പോ പേടിച്ചു വന്ന് ഇപ്പുറത്തെ കസേരയിൽ ഇരിക്കുന്നു. സോ ഇപ്പൊ ഈ വന്നവൻ ഷൊക്കോക്കുവിന്റെ ഭാഗം സംസാരിക്കാനായിട്ട് വന്നതാണ്. അവനിപ്പോ ഇവരുടെ ഡിമാൻഡ്സ് ഇയാളോട് പറയുന്നുണ്ട്. അതായത് ജപ്പാൻ ഇരിഷിമ എന്ന് പറയുന്ന ദ്വീപ് ഇവർക്ക് പൂർണ്ണമായിട്ടും വിട്ടു നൽകണം. അതേപോലെ തന്നെ ഇരിഷിമയിൽ നിന്നും ഇതുവരെ ജപ്പാൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഡാറ്റൻസക്കിയും തിരിച്ചു നൽകണം. അതേപോലെ തന്നെ ജപ്പാനിലെ ചീബ, കനാഗാവ, ടോക്കിയോയിലെ ചില ഏരിയകളിലൊക്കെ വരും കാലത്ത് ഡാറ്റൻസക്കിയുടെ പ്രസൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളും ജപ്പാൻ ഷൊക്കോക്കുവിന് വിട്ടു നൽകണം. പക്ഷേ ഇതൊന്നും അങ്ങനെ സിമ്പിളായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഡിമാൻഡ് അല്ല എന്ന് ഈ ജപ്പാനിൽ നിന്ന് വന്ന ആൾ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കി, ഇനിയും കോംപ്രമൈസ് ഒന്നുമില്ല. എതിർക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ബലം പ്രയോഗിച്ച് ഞങ്ങൾക്ക് ഇതൊക്കെ നേടിയെടുക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞിട്ട് ആ ഷൊക്കോക്കുവിൽ നിന്ന് വന്നവൻ ഇവരുടെ ഡിമാൻഡ്സ് എഴുതിയ ആ പേപ്പർ ഇയാൾക്ക് നേരെ നീക്കി വെച്ച് കൊടുക്കുന്നു. ഇപ്പോൾ പെട്ടെന്നൊരു കൈ വന്നിട്ട് ആ പേപ്പർ തിരിച്ചങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ കൈ കാണുമ്പോൾ അറിയാം അത് ഷിബയാണ്. കുറച്ചു മുമ്പേ ഈ ഷൊക്കോക്കുവിൽ നിന്ന് വന്നവന്മാർ ബ്ലാസ്റ്റ് ചെയ്ത ആ ഷിപ്പ് ഉണ്ടല്ലോ, അത് സ്പിരിറ്റ് എനർജി കൊണ്ട് പവർ ചെയ്ത ഒരു ആർമേഡ് ഷിപ്പാണ്. അതിന്റെ പേരാണ് ഹാരുമ. അതിനുള്ളിലാണെങ്കിൽ ഈ മിഷന് വേണ്ടിയിട്ട് സോർസറി ബ്യൂറോയിൽ നിന്നും പറഞ്ഞയച്ച 4 മന്ത്രവാദികൾ ഉണ്ടായിരുന്നു. ശക്തരായിട്ടുള്ള 4 പേര്. അവരാണ് ഹിറോട്ടോ സോഗ, ടോഗോ ഷിബ, യോഷിനോജോ സോഗ, പിന്നെ ഷുജി മാഷിറോ. സോ ഇവരെല്ലാവരും ഇപ്പൊ ഇങ്ങോട്ടേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവനെ വളഞ്ഞിരിക്കുകയാണ്. ഷിബ പറയുന്നുണ്ട്, എടാ മോനെ വീട്ടിൽ പോക്കോ, അതാ നിനക്ക് നല്ലത്. അങ്ങനെ 12 മണിക്ക് ആരംഭിച്ച ആ ചർച്ച ഷൊക്കോക്കുവിന്റെ അപ്രതീക്ഷിതമായ ആക്രമണം കാരണം 12:02 ആയപ്പോൾ തന്നെ പിരിച്ചുവിട്ടു. സോ ഇനി നടക്കപ്പോറത് യുദ്ധം, ഇരിഷിമയിൽ വെച്ചുള്ള യുദ്ധം. ഇപ്പൊ ഇവര് 4 മന്ത്രവാദികൾ ഇങ്ങനെ വളഞ്ഞിട്ട് വീട്ടിൽ പോടാന്ന് പറഞ്ഞിട്ടും മറ്റവൻ ഒരു കുലുക്കോ ഇല്ല. ആ കിളവനെ മറ്റേ 4 പേരെ നോക്കിയിട്ട് മാഷിറോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ കിളവന്റെ അടുത്ത് നിൽക്കുന്ന 4 പേര് ഫൈറ്റേഴ്സ് ആയിരിക്കും, പക്ഷെ ഇവന്മാരെ 4 പേരെ ഒതുക്കാൻ ഞാനും ഷിബേ മതിയാവും. പക്ഷേ ഈ ഇരിക്കുന്നവൻ ഇവൻ കുറച്ച് പെശകാണ്, ഇവനെ ഒതുക്കിയില്ലെങ്കിൽ മെനക്കേടാവും എന്ന് മാഷിറോ ചിന്തിക്കുന്നു. സോ ഈ ഇരിക്കുന്നവൻ ഇപ്പൊ ഇവരോട് പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ പൊക്കോളാം, പക്ഷേ ഇവിടുത്തെ പണി തീർത്തിട്ടേ പോകൂന്ന് മാത്രം. ഷിബ ഇപ്പൊ പറയുന്നുണ്ട്, നീ പറഞ്ഞ ആ പണി വെറും സംസാരം മാത്രമല്ലാന്ന് എനിക്കറിയാം, എന്താ അങ്ങനല്ലേ? ഹാസുമി ഇവര് മിക്കാബോഷിയുടെ പിൻതലമുറക്കാരാണെന്നുള്ള കാര്യം ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പൊ ഷിബ ഇവനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മിക്കാബോഷി. അപ്പോൾ ഞങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചരിത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ഇവനിങ്ങനെ കൈ ഉയർത്താൻ തുടങ്ങുമ്പോഴത്തേക്ക് ശിവ പറയുന്നുണ്ട്, കൈയും കാലും ഒന്നും ഒരുപാടങ്ങ് ഉയർത്തണ്ട, അടങ്ങിയിരുന്നില്ലെങ്കിൽ ഇവർ നിന്നെ തുണ്ടമാക്കും, പറഞ്ഞേക്കാം. ഇപ്പോൾ ഹിരോട്ടോയും യോഷിനോജോയും ഒക്കെ അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവനിപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളാണ് മിക്കാബോഷി, നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ഇവിടുന്ന് തുരത്തി ഓടിച്ചതാണ്. 1000 കൊല്ലത്തോളം ഇരുട്ടിൽ ഒളിക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. ചീബ, കനാഗാവ, ടോക്കിയോ, ജപ്പാന്റെ കീഴിലുള്ള ഈ സ്ഥലങ്ങളാണ് ഞങ്ങൾ അതിനിട്ടിരിക്കുന്ന വില. അത് നിങ്ങൾ തന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവൻ പോക്കറ്റിൽ കൈയിട്ട് ഒരു കത്തി ഇങ്ങനെ എടുക്കുമ്പോഴേക്കും അവന്റെ വിരളെല്ലാം കൂടെ ആരോ മുറിച്ച് കളയുന്നുണ്ട്. ഇപ്പൊ അത് ചെയ്തത് മറ്റാരുമല്ല, ഹിരോട്ടോയാണ്. അവൻ പറയുന്നുണ്ട്, ഇനി ഒരടി കൂടി അനങ്ങിയ അടുത്ത തവണ നിന്റെ വിരളായിരിക്കില്ല, തലയായിരിക്കും ഞാൻ ഇറക്കാൻ പോകുന്നത്. ഇപ്പൊ ആ ചോര പുരണ്ട കൈ മടക്കി പിടിച്ചോണ്ട് അവൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഡാറ്റൻസക്കി എന്ന് വിളിക്കുന്ന ആ മിനറൽ ഉണ്ടല്ലോ, ഇത്രയും കാലം ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് ഒരുമിപ്പിച്ച് നിർത്തിയത് ആ ശക്തിയാണ്. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ദൈവമാണത്. ഇപ്പൊ ആ കിളവന്റെ അടുത്ത് നിൽക്കുന്ന 4 ഫൈറ്റേഴ്സിൽ 3 പേര് ഇവർക്ക് നേരെ ജെറ്റ് സ്പീഡിൽ വരുന്നുണ്ട്. ഇപ്പൊ ആ ചോര പുരണ്ട കൈ മടക്കി പിടിച്ചോണ്ട് അവിടെ ഇരിക്കുന്ന ഷൊക്കോക്കുകാരന്റെ കഴുത്ത് വെട്ടിയിട്ടുണ്ട് ഹിരോട്ടോ. ഇപ്പൊ ആ ജമ്പ് ചെയ്തു വന്നവന്മാരിൽ ഒരുത്തൻ ഹിരോട്ടോയെ കൊണ്ട് കടലിലേക്ക് അങ്ങ് പോകുന്നു. യോഷിനോജോയെ ഒരുത്തൻ കാട്ടിനുള്ളിലേക്ക് തള്ളി തെറിപ്പിച്ചങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. യോഷിനോജോയുടെ മുഖത്ത് ഇപ്പോഴും ആ ഒരു ചിരിയാണ്. ഷിബയെ കൊണ്ട് ഒരുത്തൻ എയറിലേക്ക് അങ്ങ് പോയിട്ടുണ്ട്. ഇപ്പോൾ കഴുത്തിന് വെട്ട് കിട്ടിയ ഷൊക്കോക്കുകാരൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ആ കിളവന്റെ അടുത്ത് നിൽക്കുന്ന ആ ഫൈറ്റർ ഇപ്പോൾ മാഷിറോയ്ക്ക് നേരെ വരാനായിട്ട് ഇങ്ങനെ റെഡി ആവുന്നുണ്ട്. മാഷിറോ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, യുവമാർക്ക് വലിയ പവറൊന്നും ഇല്ലെന്നാ ഞാൻ വിചാരിച്ചേ, പക്ഷെ കണ്ടിട്ട് യുവമാരും കുറച്ച് വിഷയമാണ്. 2 സോഗമാരെയും പിന്നെ ഷിബയെയാണ് യുവമാര് പറത്തിയത്. യുവമാരുടെ ചുറ്റുമുള്ള ആ കറുത്ത മേഘം പോലെയുള്ള സംഗതി എന്താ അത്?
അവനിപ്പോൾ ജെറ്റ് സ്പീഡിൽ മാഷിറോയ്ക്ക് നേരെ വരുന്നുണ്ട്. പക്ഷേ മാഷിറോ ഇപ്പോൾ അവനെ ബ്ലോക്ക് ചെയ്ത് അവിടെ നിർത്തുന്നുണ്ട്. അതാണ് മാഷിറോയുടെ മന്ത്രവിദ്യ അക്കു. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്ഷനിൽ പ്രഷർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പരിപാടി. മറ്റവനാണെങ്കിൽ ഇപ്പോൾ കേര എന്ന് പറയുന്ന ഒരു അറ്റാക്ക് മാഷിറോയ്ക്ക് നേരെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തേനീച്ചയെ പോലെ ഒരു രൂപം ജനറേറ്റ് ആവുന്നു. അതായത് ബി, നമ്മുടെ ഷിനുച്ചിയുടെ അറ്റാക്ക് നമ്മൾ കണ്ടല്ലോ സോട്ട് മാസ്റ്റർ ഉപയോഗിച്ചത്, അതേ സാധനം. ഇപ്പൊ അത് മാഷിറോ അപ്ലൈ ചെയ്ത ആ പ്രഷറിന്റെ ഫീൽഡിനെ തുളച്ചോണ്ട് പോകുന്നുണ്ട്. മാഷിറോ ഇപ്പോൾ അവിടുന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നിട്ട് അവൻ ചിന്തിക്കുന്നു, ഇവനത് തുളച്ചു കളഞ്ഞു. ആ മന്ത്രവിദ്യയുടെ രൂപം കണ്ടിട്ട് ഒരു തേനീച്ചയെ പോലെ ഉണ്ടല്ലോ. ഇപ്പോൾ കുറെ പ്രഷർ ഫോഴ്സ് ഇവന് നേരെ മാഷിറോ വിടുന്നുണ്ട്. ഇപ്പൊ അതിൽ നിന്നെല്ലാം ഇങ്ങനെ മാറി മാറി വന്ന് ഇവൻ മാഷിറോയെ പഞ്ച് ചെയ്യുന്നുണ്ട്. പണ്ടാരം അടങ്ങാൻ മുടിഞ്ഞ സ്ട്രെങ്തും സ്പീഡും ആണല്ലോ ഇവന് എന്ന് മാഷിറോ ചിന്തിക്കുന്നു. ഇപ്പൊ അടുത്തൊരു ബി അറ്റാക്ക് മാഷിറോയ്ക്ക് നേരെ വരുന്നുണ്ട്. മാഷിറോ ഇപ്പോൾ ഒഴിഞ്ഞു മാറുന്നു, എന്നാലും കാലിന് മുറി വെക്കുന്നുണ്ട്. ജെറ്റ് സ്പീഡിൽ അവനിപ്പോൾ വന്ന് കൈ കൊണ്ട് മാഷിറോയെ പിടിച്ച് തറയിലടിക്കുന്നുണ്ട്. സോ അവനിപ്പോൾ മാഷിറോയെ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് പൊക്കി നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ അവന്റെ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റൻസക്കിയുടെ ഒരു പീസ് മാഷിറോ ശ്രദ്ധിക്കുന്നുണ്ട്. സോ ഇപ്പൊ അതാണ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തത്, ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണെന്നൊക്കെ മറ്റവൻ പറഞ്ഞത് മാഷിറോയുടെ മൈൻഡിലേക്ക് വരുന്നു. ഇപ്പോൾ മാഷിറോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ ഡാറ്റൻസക്കിയുടെ പവർ ഉപയോഗിച്ചാണോ ഇവന്മാർ ഫൈറ്റ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവന്മാരെ സാധാ അറ്റാക്ക് കൊണ്ടൊന്നും വീഴ്ത്താൻ പറ്റില്ല. ഇപ്പോൾ മാഷിറോയ്ക്ക് നേരെ ഒരു ബി അറ്റാക്ക് ഇങ്ങനെ വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ ഒരു കാര്യം കാണിക്കുന്നത്. കുറച്ച് മുന്നേ ഈ ഫൈറ്റിനിടയ്ക്ക് വെച്ച് മാഷിറോ അവന്റെ ഷീത്തിൽ കിടന്ന ആ കറ്റാന ആ പ്രഷർ ഫോഴ്സ് ഉപയോഗിച്ച് മേളിലേക്ക് തെറിപ്പിച്ചിരുന്നു. ഇപ്പൊ അതവനെ മുകളിൽ നിന്ന് തിരിച്ച് ഈ മന്ത്രവാദിക്ക് നേരെ ഡയറക്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. കറക്റ്റായിട്ട് ഇപ്പൊ അത് മേളിൽ നിന്ന് ആ ഫോഴ്സിൽ വന്ന് ഇവന്റെ തല എരിഞ്ഞ് കളയുന്നുണ്ട്. സോ അപ്പൊ ഇതാണ് എന്റെ മാസ്റ്റർ പീസ് അറ്റാക്ക് എന്ന് മാഷിറോ പറയുന്നുണ്ട്. അവൻ എന്നിട്ടിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഇത് വെറും 4 പേരേ ഉള്ളൂ, ഇതുപോലെ എത്ര എണ്ണം ഇനി ഷൊക്കോക്കുയി കാണും, ആകെ പ്രശ്നമാണല്ലോ. കടലിലേക്ക് പോയ ഹിരോട്ടോ ഇപ്പൊ ഒരുത്തനെ വാളിൽ കോർത്തോണ്ട് വരുന്നുണ്ട്. ഹിരോട്ടോ എന്നിട്ടിപ്പോൾ പറയുന്നുണ്ട്, ഇനിയും കടലിൽ വെച്ചുള്ള ഫൈറ്റിന് ഞാനില്ല, മുറിവിലൊക്കെ ഉപ്പുവെള്ളം തട്ടിയാൽ നല്ല നീറ്റല. ഓ, നിങ്ങളെന്നാലും അവനെ കടലിനടി വെച്ച് തോപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചു മാഷിറോ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുമ്പോഴാണ് കാട്ടിന്ന് വേറെ ഒരുത്തനെ തോപ്പിച്ചിട്ട് യോഷിനോജോ ഇറങ്ങി വരുന്നത്. ഷിബ എവിടാ, ചത്തോ എന്നാ പുള്ളി ചോദിക്കുന്നുണ്ട്. ചത്തിട്ടില്ലടോ എന്ന് പറഞ്ഞുകൊണ്ട് ഷിബ ഇപ്പോൾ ആ മറ്റേ ശത്രുവിനെയും കൊണ്ട് ടെലിപ്പോർട്ടായി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാഷിറോ ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്, 3 പേർക്കും ചെറിയ ചെറിയ പോറലുകൾ മാത്രമേ ഉള്ളൂ, ഇവര് ശരിക്കും കില്ലാടികൾ തന്നെ, എന്റെ ആണെങ്കിൽ കുറെ എല്ലൊടിഞ്ഞ ലക്ഷണമാണ്. സോ ഇപ്പൊ ഇവര് ഇനി അവിടെ ശേഷിക്കുന്ന ആ കിളവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് ഈ ഇരിഷിമ ടോക്സ് കഴിഞ്ഞിട്ട് നടന്ന ഒരു സംഭവത്തിന്റെ ഒരു ഗ്ലിംസ് നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് സോർസറി ബ്യൂറോ ഷിബയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ഒരു ടേപ്പിൽ. അതായത് ഈ ഇരിഷിമ ടോക്സിൽ വെച്ച് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റി. സോ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അവർ ചോദിക്കുന്നു. ഷിബ ഇപ്പോൾ അത് ഓർത്തെടുത്ത് പറയാൻ തുടങ്ങുന്നുണ്ട്. ഷിബയുടെ കയ്യിലും മുഖത്തും ഒക്കെ ബാൻഡേജ് കാണാം. സോ പിന്നെ എന്താണ് നടന്നതെന്ന് നമ്മളെയും തുടർന്ന് കാണിക്കുന്നു. അതായത് അവിടെ കഴുത്തറ്റ് കിടന്ന ആ ഷൊക്കോക്കുകാരനുണ്ടല്ലോ, അവന്റെ കഴുത്തിൽ നിന്ന് ചോര ഇങ്ങനെ മേളിലേക്ക് പൊങ്ങുന്നു. അവനും അവിടുത്തെ ആ ഫർണിച്ചറും താഴെ ആ ചത്ത് കിടക്കുന്നവനും ഒക്കെ ഇങ്ങനെ എയറിലേക്ക് പൊങ്ങുകയാണ്. എന്ത് കോപ്പാണ് ഇവിടെ നടക്കുന്നതെന്ന് തൊട്ടിപ്പുറത്തിരിക്കുന്ന ജാപ്പനീസ് ഡെലിഗേറ്റ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പോയിന്റിൽ വെച്ച് നമ്മളുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.